ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വാഴക്കൊമ്പും ചെറുപയറും വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള ഒരു വാഴക്കുടപ്പനാണ്. ഇനി വേണ്ടത് 1/2 കപ്പ് ചെറുപയറാണ്. ചെറുപയർ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കണം. 1 മണിക്കൂറൊക്കെ കുതിർത്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. കുടപ്പൻ്റെ പുറത്തെ നല്ല കട്ടിയുള്ള തൊലിയെല്ലാം കുറച്ച് പൊളിച്ച് കളയണം. അതിനുശേഷമാണ് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ചില കുടപ്പം കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കയ്പ്പായിരിക്കും. ആ കയ്പ്പ് ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ഒരു സൂത്രമുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. ആദ്യം ഈ കുടപ്പൻ്റെ തൊലി കുറച്ച് പൊളിച്ച് മാറ്റാം. ഇനി ഇതിൻ്റെ ഈ നെറ്റിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്രഷ് കുടപ്പനാണെങ്കിൽ അതിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ കറ വരുന്നത് കാണാം. അതൊരു ടിഷ്യൂ വെച്ച് നമുക്ക് തുടച്ചു മാറ്റാം. ഇനി കുടപ്പൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ നടുവിൽ കാണുന്ന ഈ കട്ടിയുള്ള ഭാഗം കത്തിയോണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഈ ഭാഗത്തിനാണ് നല്ല കയ്പ്പുണ്ടാവുന്നത്. 2 കഷ്ണം കുടപ്പൻ്റെയും കട്ടിയുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ഈ കട്ടിയുള്ള ഭാഗം നമ്മുടെ വായിൽ വെച്ച് നോക്കിയാൽ അറിയാം, നല്ല കയ്പ്പായിരിക്കും. ഫ്രഷ് കുടപ്പനായതുകൊണ്ട് നല്ല കറയുണ്ടാവും. അതിലൊരു ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് തുടച്ച് മാറ്റാം. നടുവിലെ ഭാഗമെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുടപ്പൻ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറ പോകാനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി മാറ്റി വെക്കണം. ഇത് നമ്മൾ വെള്ളമൊഴിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. വെളിച്ചെണ്ണയും ഉപ്പും ഇട്ട് കൈ കൊണ്ട് നല്ലതുപോലെ തിരുമ്മിയെടുത്തതിന് ശേഷം കുറച്ച് സമയം മാറ്റി വെക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് 2-3 വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തോരൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. അതിനായിട്ട് വേണ്ടത് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങ ചിരവിയത്, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി മിക്സി മൂടി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കൂടുതൽ അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. തേങ്ങ ഇപ്പോൾ ഈ കാണുന്ന പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. 3-4 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയപ്പോൾ ഞാനിപ്പോൾ തുറന്നതാണ്. ചെറുപയർ പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. തോരൻ ഉണ്ടാക്കാനായിട്ടൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കണം. അരി ഒന്ന് നല്ലതുപോലെ പൊട്ടി വരണം. തോരൻ്റെ ഇതുപോലെ അരി പൊട്ടിച്ച് ചേർക്കുമ്പോഴത്തേക്ക് ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരി നല്ലതുപോലെ പൊട്ടി വരണം. അരിയെല്ലാം നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നമുക്ക് സവാള വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കൂടെ 3 ഉണക്കമുളക് 2ആയിട്ട് കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുടപ്പനും കൂടെ ചേർത്ത് കൊടുക്കാം. കുടപ്പൻ ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ള കുടപ്പനാണ്. ചെറുപയറിന് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ്. പിന്നീട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുടപ്പൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. 5 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുടപ്പൻ പാകത്തിന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. പാകത്തിന് കുക്കായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. കുടപ്പൻ പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുപയർ ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അരിപ്പും ചെറുപയറും എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. ഇനി പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കണം.
ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ തോരൻ റെഡി ആയിട്ടുണ്ട്. റെഡിയായ തോരൻ്റെ മുകളിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. വേണമെങ്കിൽ ചേർത്താൽ മതി. വെളിച്ചെണ്ണ ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായി നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.